എല്ലാവർക്കും നമസ്കാരം. 2024 സ്വാതന്ത്ര്യദിനത്തിൻ്റെ 77-ാം വാർഷികത്തിൽ നമ്മുടെ രാഷ്ട്രപതി ദ്രൗപദി മുർമു രാജ്യത്തെ അഭിസംബോധന സംസാരിച്ചപ്പോൾ രണ്ട് വനിതാ സ്വാതന്ത്ര്യ സമര സേനാനികളായ മാതംഗിനി ഹസ്രയെക്കുറിച്ചും കനകലത ബറുവയെക്കുറിച്ചും സൂചിപ്പിക്കുകയും അവർക്ക് ആദരാഞ്ജലി അർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. 2 നൂറ്റാണ്ടുകാലത്തെ ബ്രിട്ടീഷ് ഭരണം ഇന്ത്യയിൽ നിന്നും കെട്ടുകെട്ടിക്കുന്നതിൽ ജീവനും ജീവിതവും ത്യജിച്ച ആയിരക്കണക്കിന് സ്വാതന്ത്ര്യ സമര സേനാനികളുണ്ട്. അതിലറിയപ്പെടുന്നവരും കുറച്ച് മാത്രം അറിയപ്പെടുന്നവരും തീരെ അറിയപ്പെടാത്തവരുമായ ആൾക്കാരുണ്ട്. മാതംഗിനി ഹസ്രയെക്കുറിച്ച് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇന്ന് ഞാൻ പറയുന്നത് കനകലത ബറുവയെക്കുറിച്ചാണ്. കനകലത ബറുവ ജനിച്ചത് ആസാമിലാണ്. ഗോഹ്പൂരിലെ ബാരംഗബാരി വില്ലേജിലാണ് ജനിച്ചത്. 1924 ഡിസംബർ മാസം 20-ാം തീയതിയായിരുന്നു അവരുടെ ജനനം. വളരെ ദരിദ്രമായ കുടുംബത്തിലാണ് ജനിച്ചത്. 5-ാമത്തെ വയസ്സിൽ അമ്മ മരിക്കുകയും 13-ാമത്തെ വയസ്സിൽ അച്ഛനെ നഷ്ടപ്പെടുകയും ചെയ്തു. 1942 ക്വിറ്റ് ഇന്ത്യ സമരം ശക്തി പ്രാപിച്ചപ്പോൾ രാജ്യമെങ്ങും സമരച്ചൂടിലായിരുന്നപ്പോൾ അവർ മൃത്യുവാഹിനി എന്ന ഒരു സംഘടനയിൽ അംഗമായി. മൃത്യുവാഹിനി എന്ന് പറഞ്ഞാൽ സൂയിസൈഡ് സ്ക്വാഡാണ്. രാജ്യത്തിന് വേണ്ടി ജീവൻ പോലും വിലറിപ്പിക്കാൻ തയ്യാറായ 18 വയസ്സിൽ പ്രായം വരുന്ന യുവതിയുവാക്കളുടെ ഒരു സംഘടനയാണ് ഈ മൃത്യുവാഹിനി എന്ന് പറയുന്നത്. അതിൽ 18 വയസ്സായാൽ മാത്രമേ അംഗത്വം ലഭിക്കൂ. എന്നാൽ 17 വയസ്സിൽ തന്നെ ബറുവയ്ക്ക് അംഗത്വം ലഭിച്ചു. കാരണം അവരുടെ ഡിറ്റർമിനേഷൻ, ദൃഢനിശ്ചയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ കളവ് കൊടുത്തത്. അതിവേഗം അവർ വനിതാ ലീഡറായി മാറുകയും ചെയ്തു. 1942 ക്വിറ്റ് ഇന്ത്യ സമരം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഗോഹ്പൂർ പോലീസ് സ്റ്റേഷനിൽ പതാക ഉയർത്തുക എന്ന ഉദ്ദേശത്തോടുകൂടി 5000-ഓളം ഗ്രാമീണരെയും കൂട്ടി ബറുവ അതിശക്തമായ മാർച്ച് സംഘടിപ്പിച്ചു. മാർച്ച് പോലീസിനടുത്ത് തറയപ്പോൾ പോലീസ് തടയുകയും പിരിഞ്ഞു പോകണമെന്ന് ശക്തമായി ആവശ്യപ്പെടുകയും ചെയ്തു. എന്നാൽ അവർ പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ ഡ്യൂട്ടി ചെയ്യുന്നു, ഞാൻ എൻ്റെ ഡ്യൂട്ടി ചെയ്യുന്നു. രോഷാകുലമായി പോലീസ് വെടിവെക്കുകയും ആ വെടിവെപ്പിൽ അവർ മരിച്ചു വീഴുകയും ചെയ്തു. മരിച്ചു വീഴുമ്പോഴും ദേശീയ പതാക അവർ മുറുകെ പിടിക്കുകയും അത് സഹപ്രവർത്തനായ മുകുന്ദ കാക്കുത്തി കൈമാറുകയും ചെയ്തു. വീർ ബാല എന്നാണ് അവരെ ആസാമീസിലുള്ളവർ വിളിക്കുന്നത്. വീർ എന്ന് പറഞ്ഞാൽ ധീരത, ബാല എന്ന് പറഞ്ഞാൽ യങ് ഗേൾ, ബ്രേവ് യങ് ഗേൾ എന്നാണ് അർത്ഥം. അവരെ 29-ാമത്തെ വയസ്സ് ബ്രിട്ടീഷുകാരുടെ ഏറ്റുമുട്ടി വീരമൃത്യു റാണി ലക്ഷ്മിബായിയോടും അതുപോലെ 19-ാമത്തെ വയസ്സിൽ ബ്രിട്ടീഷുകാരോട് തന്നെ ഏറ്റുമുട്ടി അഗ്നിക്കിരയാക്കപ്പെട്ട ഫ്രാൻസിലെ ജോൺ പാർക്കറിനോട് ഓർമ്മിക്കാറുണ്ട് ധീരതയുടെയും രാജ്യസ്നേഹത്തിൻ്റെയും പേരിൽ. ഏറ്റവും ചെറിയ പ്രായത്തിൽ ഇന്ത്യയിൽ സ്വാതന്ത്ര്യ സമര രക്തസാക്ഷിയായത് അവരെല്ലാം ബാജി റൂട്ടാണ്, ഒഡീഷയിലെ 12-ാമത്തെ വയസ്സിലാണ്. തീർച്ചയായും 2020 കനകലത ബറുവയുടെ ഓർമ്മയ്ക്കായി നമ്മുടെ കോസ്റ്റ് ഗാർഡിൻ്റെ ഏറ്റവും വേഗം കൂടിയ ഷിപ്പിന് ICGS കനകലത ബറുവ എന്ന് പേര് കൊടുത്തു. ബ്രഹ്മപുത്ര നദിയിൽ അവരുടെ പ്രതിമ സ്ഥാപിച്ചിട്ടുണ്ട്. ധാരാളം സ്കൂളുകൾക്ക് അവരുടെ പേരുണ്ട്. എന്തായാലും ഇന്ത്യയിലെ ജനങ്ങളെ മൊത്തത്തിലും ആസാമിലെ യുവതി യുവാക്കൾ ഇന്നും ആവേശം കൊള്ളിക്കുന്ന പേരാണ് കനകലത ബറുവ.